Nijil Chandran. Now I will show you how to apply Good Conduct Certificate in Bahrain. Good Conduct Certificate എന്തിനു നമ്മൾ അപ്ലൈ ചെയ്യണം, അതിൻ്റെ യൂസ് എന്താണ്? നമ്മൾ ഫോറിൻ കൺട്രീസിൽ ജോബ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. മാരേജ്, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇതിനൊക്കെ ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. പാസ്പോർട്ട് കോപ്പി, CPR, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഫിംഗർ പ്രിന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ ഡാറ്റാബേസിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഓൾറെഡി ഫിംഗർ പ്രിന്റ് രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ബഹ്റൈൻ BHKയുടെ വെബ്സൈറ്റാണ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് റിക്വസ്റ്റ് കാണാം. അപ്പം സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് റിക്വസ്റ്റ് അത് ലോഗിൻ ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോം മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് ഇതെല്ലാം ഫില്ല് ചെയ്യാം. പർപ്പസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്? മാരേജ് ആണോ, ഫോറിൻ കൺട്രി ആണോ? അവിടെ രണ്ടാമത്തെ സെലക്ട് ചെയ്യാം. ഔട്ട്സൈഡ് കൺട്രി, അങ്ങനെ പലതും ഉണ്ട്. അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. ഔട്ട്സൈഡ് കൺട്രി, അപ്പോൾ ഏത് വിസിറ്റ് ആണ്, ഏത് കൺട്രി ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ കമ്പനി ഏതാണ്, എവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം. visa copy,
ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 1 ദിനാറാണ് ചാർജ് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ഏജൻസിയിൽ പോയതാണെങ്കിൽ അവർ 10 ദിനാർ ചാർജ് ചെയ്യും. അപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1 ദിനാർ കൊടുത്താൽ മതി. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. കാർഡ് പേയ്മെൻ്റ് ആണ്. അപ്പം കാർഡ് ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും. അതിനകത്ത് ഈ ഓർഡർ നമ്പർ അടിയിൽ കാണുന്ന ഈ ഓർഡർ നമ്പർ റിക്വസ്റ്റ് ഓർഡർ നമ്പർ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പേയ്മെൻറ്റ് റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇമെയിൽ ചെയ്യണമെങ്കിൽ അത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ഇമെയിലിലേക്കും റെസിപ്റ്റ് സെൻഡ് ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റെല്ലാം കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ബാക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അടിയിൽ റിക്വസ്റ്റ് സ്റ്റാറ്റസ് എൻക്വയറി എന്നാണ്. അപ്പം അത് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു ടൈപ്പ് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് എടുക്കുക. അപ്പം റിക്വസ്റ്റ് നമ്പർ, നമ്മുടെ CPR നമ്പർ, CPR നമ്പർ ടൈപ്പ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റിക്വസ്റ്റ് ചെയ്ത നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം നെക്സ്റ്റ് അണ്ടർ റിവ്യൂലാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. സെയിം തന്നെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. CPR നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നമുക്ക് കാണാം. അതിൻ്റെ പിക്ചർ ഈസ് നോട്ട് ക്ലിയർ. പിക്ചർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അറ്റാച്ചിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ഫയൽ പിക്ചർ ക്ലിയർ അല്ല. അപ്പം വേറൊരു പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യണം. വേറൊരു ഫോട്ടോ അറ്റാച്ച് ആയിട്ട് സേവ് കൊടുക്കുക.
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഓപ്പൺ ചെയ്തൊന്ന് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും റീഇഷ്യൂ ഉണ്ടോ, ഇല്ലെങ്കിൽ കുഴപ്പം ഓക്കെ കൊടുക്കുക. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുക, രണ്ടാമത് ഓപ്പൺ ചെയ്ത് നോക്കുക. എൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് റെഡി ആയത്. റിക്വസ്റ്റ് സ്റ്റാറ്റസ് എൻക്വയറി ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ്. ഇതിൻ്റെ PDF ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.